വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരു മരണം, ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 10,000-കണക്കിന് പലസ്തീൻ ജനതയെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് തടയുന്നതിലൂടെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചുവെന്നും വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് വൈകിപ്പിക്കുകയാണെന്നും ഹമാസ് ആരോപിക്കുന്നുമുണ്ട്. തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കേണ്ട അവസാന ദിവസമാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ കരാറിൽ നിശ്ചയിച്ച സമയം പരിധിക്കുള്ളിൽ ലെബനാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെ കൂടി ഹമാസ് മോചിപ്പിച്ചു. ഗാസയിലെ പലസ്തീൻ സ്ക്വയറിൽ വെച്ച 4 പേരെയും റെഡ് ക്രോസ് വളണ്ടിയർമാർക്ക് കൈമാറി. ഇതിന് പകരമായി ഇസ്രയേലിൽ ജയിലുകളിൽ കഴിയുന്ന 200 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ദികളെ കൈമാറുമ്പോൾ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും 100 കണക്കിന് പോരാളികളും പൊതുജനങ്ങളും പലസ്തീൻ സ്ക്വയറിൽ എത്തിയിരുന്നു. ബന്ദികളെ കൈമാറുന്നതിന് മുമ്പ് ഹമാസ് പോരാളികളും റെഡ് ക്രോസ് പ്രതിനിധികളും കരാറിൽ ഒപ്പുവച്ചു. കരീന റീവ്, ഡാനിയല്ല ഗിൽബോവ, നാമ ലവി, ലിരി അൽബാഗ് എന്നീ സൈനികരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. ഇസ്രയേലി സൈനിക യൂണിഫോം ധരിച്ചെത്തിയ ഇവർ ആൾക്കൂട്ടത്തെ കൈവീശി അഭിവാദ്യം ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കുന്നത് ടെലവീവിൽ ബിഗ് സ്ക്രീനിൽ തത്സമയം പ്രദർശിപ്പിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായ ഇസ്രയേൽ സൈന്യം നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതീക്ഷയുമുണ്ട്. ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങാൻ ഇത് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഗാസയിലേക്ക് എത്തിക്കുന്നതിനായി റഫ അതിർത്തി തുറക്കാനും ഇസ്രയേൽ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുകൂടാതെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം. കെട്ടിടങ്ങൾ തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പലസ്തീൻ അധികൃതർ പുറത്തുവിട്ടിരുന്നു. ജനീലിലെ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വൻ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഇത്. ബോംബിട്ടതിനെ തുടർന്ന് കത്തിയ വീടുകളിൽ നിന്ന് കടുത്ത പുകയുയരുന്നതും ഇസ്രായേലി ബുൾഡോസറുകൾ മറ്റൊരു കെട്ടിടം തകർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതിനിടെ അധിനിവേശം കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതി സംബന്ധിച്ച ഇസ്രായേലി അധികൃതരുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളിൽ UN മനുഷ്യാവകാശ ഓഫീസ് വക്താവ് തമീർ അൽ ഖീദൻ ആശങ്ക പ്രകടിപ്പിച്ചു. അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കം യുദ്ധക്കുറ്റമാണെന്ന് ഖീദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ലെബനാനിൽ നിന്ന് 2 മാസത്തിനുള്ളിൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുമെന്ന ഉടമ്പടിയിൽ നിന്ന് ഇസ്രായേൽ പിന്നാക്കം പോയി. 60 ദിവസത്തെ സമയപരിധി അവസാനിക്കുന്ന തിങ്കളാഴ്ചയ്ക്കകം സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം സാധ്യമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയെ ഉദ്ധരിച്ച് സൈനിക റേഡിയോ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ ഉടമ്പടി പൂർണ്ണമായി നടപ്പാക്കാൻ ലെബനാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നാണ് ഇസ്രായേൽ സേന ഇതിന് കാരണമായി പറയുന്നത്. നവംബറിലെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ലെബനാനിൽ നിന്നും ഹിസ്ബുള്ള തെക്കൻ ലെബനാനിൽ നിന്നും തങ്ങളുടെ സേനയെ 60 ദിവസത്തിനുള്ളിൽ പിൻവലിക്കണമെന്നാണ് ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.